ദാനിയേൽ 7-ാം അധ്യായം 1 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. ബാബിലോൺ രാജാവായ ബൽശാസറിന്റെ 1-ാം ഭരണവർഷം ദാനിയേലിന് ഉറക്കത്തിലൊരു സ്വപ്നവും ചില ദർശനങ്ങളും ഉണ്ടായി. അവൻ സ്വപ്നം എഴുതിയിടുകയും അതിന്റെ സംഗ്രഹം അറിയിക്കുകയും ചെയ്തു. ദാനിയേൽ പറഞ്ഞു, ആകാശത്തിലെ 4 കാറ്റുകളും മഹാസമുദ്രത്തെ ഇളകിമറിക്കുന്ന നിശാദർശനത്തിൽ ഞാൻ കണ്ടു. 4 വലിയ മൃഗങ്ങൾ കടലിൽ നിന്ന് കയറി വന്നു. അവ വിഭിന്നങ്ങളായിരുന്നു. സിംഹത്തെ പോലെയായിരുന്നു ആദ്യത്തേത്. അതിന് കഴുകന്റെ ചിറകുകൾ ഉണ്ടായിരുന്നു. ഞാൻ അതിനെ വീക്ഷിക്കൊണ്ടിരിക്കെ അതിന്റെ ചിറകുകൾ പറിച്ചെടുക്കപ്പെട്ടു. അതിനെ നിലത്ത് നിന്ന് പൊക്കി മനുഷ്യനെ പോലെ ഇരുകാലിൽ നിർത്തി. മനുഷ്യന്റെ മനസ്സും അതിന് നൽകപ്പെട്ടു. ഇതാ രണ്ടാമത് കരടിയെ പോലെ മറ്റൊരു മൃഗം. അതിന്റെ ഒരു വശം ഉയർത്തപ്പെട്ടു. അത് 3 വാരിയെല്ലുകൾ കടിച്ചു പിടിച്ചിരുന്നു. അതിനോട് പറഞ്ഞു, ഇഷ്ടം പോലെ മാംസം തിന്നുകൊള്ളുക. അതിനുശേഷം ഞാൻ നോക്കിയപ്പോൾ ഇതാ മുതുകത്ത് പക്ഷിയുടെ 4 ചിറകുകളുള്ള പുള്ളിപ്പുലിയെപ്പോലെ മറ്റൊരു മൃഗം. അതിന് 4 തലകളുണ്ടായിരുന്നു. ആധിപത്യം ഇത് നൽകപ്പെട്ടു. ഇതിനുശേഷം നിശാദർശനത്തിൽ ഇതാ ഘോരനും ഭയങ്കരനും അതിശക്തനുമായ 4-ാമത്തെ മൃഗം. അതിന് വലിയ ഉരുക്കുപല്ലുകളുണ്ടായിരുന്നു. അത് വിഴുങ്ങുകയും കഷ്ണം കഷ്ണങ്ങളായി തകർക്കുകയും മിച്ചമുള്ളത് കാലുകൊണ്ട് ചവിട്ടി അരിക്കുകയും ചെയ്തു. മുൻപേ വന്ന മൃഗങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തനായിരുന്ന അതിന് 10 കൊമ്പുകൾ ഉണ്ടായിരുന്നു. ഞാൻ കൊമ്പുകൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇതാ മറ്റൊരു ചെറിയ കൊമ്പ് അവയുടെ ഇടയിൽ മുളച്ചു വരുന്നു. അതിന്റെ വരവോടെ ആദ്യത്തേതിൽ 3 എണ്ണം വേരോടെ പിഴുതു മാറ്റപ്പെട്ടു. ഇതാ ഈ കൊമ്പിൽ മനുഷ്യൻ്റേത് പോലുള്ള കണ്ണുകളും വൻപ് പറയുന്ന ഒരു വായും. ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ സിംഹാസനങ്ങൾ നിരത്തി. പുരാതനായവൻ ഉപവിഷ്ടനായി. അവന്റെ വസ്ത്രം മഞ്ഞുപോലെ ധവളം, തലമുടി നിർമ്മലമായ ആട്ടിൻരോമം പോലെ. തീജ്വാലകളായിരുന്നു അവന്റെ സിംഹാസനം. അതിന്റെ ചക്രങ്ങൾ കത്തിക്കൊള്ളുന്ന ആ അഗ്നി. അവന്റെ മുൻപിൽ നിന്ന് അഗ്നിപ്രവാഹം പുറപ്പെട്ടു. 1000 പേർ അവനെ സേവിച്ചു. 10,000 പേർ അവന്റെ മുൻപിൽ നിന്ന്. ന്യായാധിപ സഭാ ന്യായവിധിക്ക് ഉപവിഷ്ടനായി. ഗ്രന്ഥങ്ങൾ തുറക്കപ്പെട്ടു. കൊമ്പിന്റെ വൻപ് പറച്ചിൽ കേട്ട് ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ ആ മൃഗം കൊല്ലപ്പെട്ടു. അതിന്റെ ശരീരം നശിക്കപ്പെട്ടു. അഗ്നിയിൽ ദഹിപ്പിക്കാൻ അത് വിട്ടുകൊടുക്കപ്പെടുകയും ചെയ്തു. മറ്റ് മൃഗങ്ങളുടെ ആധിപത്യം എടുത്തു മാറ്റപ്പെടും. എന്നാൽ അവയുടെ ആയുസ് ഒരു കാലത്തേക്കും ഒരു സമയത്തേക്കും നീണ്ടുനിന്നു. നിശാദർശനത്തിൽ ഞാൻ കണ്ടു, ഇതാ വാനമേഘങ്ങളോടുകൂടെ മനുഷ്യപുത്രനെ പോലെ ഒരുവൻ വരുന്നു. അവനെ പുരാതനായവന്റെ മുമ്പിൽ ആനയിച്ചു. എല്ലാ ജനതകളും ഉപജനതകളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് ആധിപത്യവും മഹത്വവും രാജ്യത്വവും അവന് നൽകി. അവന്റെ ആധിപത്യം ശാശ്വതമാണ്. അതൊരിക്കലും ഇല്ലാതാവുകയില്ല. അവന്റെ രാജ്യത്വം അനശ്വരമാണ്. ഞാൻ ദാനിയേൽ ഉത്കണ്ഠാകുലനായി. ദർശനങ്ങൾ എന്നെ പരിഭ്രാന്തനാക്കി. ഞാൻ അവിടെ നിന്നിരുന്നവരിൽ ഒരുവനെ സമീപിച്ചു. ഇതിൻ്റെ എല്ലാം പൊരുൾ എന്താണെന്ന് ചോദിച്ചു. അതിൻ്റെ വ്യാഖ്യാനം അവൻ എനിക്ക് പറഞ്ഞു തന്നു. ഭൂമിയിൽ നിന്ന് ഉയർന്നു വരുന്ന 4 രാജാക്കന്മാരാണ് ഈ 4 മഹാമൃഗങ്ങൾ. എന്നാൽ അത്യുന്നതന്റെ പരിശുദ്ധർക്ക് രാജ്യം ലഭിക്കുകയും അവർ ആ രാജ്യം എന്നേക്കുമായി അവകാശമാക്കുകയും ചെയ്തു. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനും കൂടുതൽ ഭയങ്കരനും ഉരുക്കുപല്ലും ഓട്ടുനഖവും ഉള്ളവനും വെട്ടിവിഴുങ്ങുകയും കഷ്ണം കഷ്ണമായി തകർക്കുകയും മിച്ചമുള്ളവയെ കാലുകൊണ്ട് ചവിട്ടി അരക്കുകയും ചെയ്തവനുമായ 4-ാമത്തെ മൃഗത്തെക്കുറിച്ച് അറിയാൻ ഞാൻ ആഗ്രഹിച്ചു. അതിൻ്റെ തലയിലുണ്ടായിരുന്ന 10 കൊമ്പുകളും മറ്റ് 3 എണ്ണത്തെ വീഴ്ത്തിയതും കണ്ണുകളും വൻപ് പറയുന്ന വായും ഉള്ളതും മറ്റുള്ളവയേക്കാൾ ഭീകരവുമായ കൊമ്പിനെയും സംബന്ധിച്ച് സത്യം അറിയുന്നത് ഞാൻ ആഗ്രഹിച്ചു. പുരാതനായവൻ വന്ന് അത്യുന്നതന്റെ പരിശുദ്ധർക്ക് വേണ്ടി ന്യായവിധി നടത്തുന്നവരെ, പരിശുദ്ധ രാജ്യം സ്വീകരിക്കുന്ന സമയം സമാകുന്നതുവരെ ഈ കൊമ്പ് അവരുമായി പൊരുതി ജയിക്കുന്നത് ഞാൻ കണ്ടു. അവൻ പറഞ്ഞു, 4-ാമത്തെ മൃഗം ഭൂമിയിലെ 4-ാമത്തെ ഒരു സാമ്രാജ്യമാണ്. മറ്റെല്ലാ രാജ്യങ്ങളിൽ നിന്ന് അത് വ്യത്യസ്തമായിരിക്കും. അത് ഭൂമി മുഴുവൻ വെട്ടി വിഴുങ്ങുകയും ചവിട്ടിമതിക്കുകയും കഷ്ണം കഷ്ണമായി തകർക്കുകയും ചെയ്യും. ഈ സാമ്രാജ്യത്തിലുള്ള ഉയർന്നു വരുന്ന 10 രാജാക്കന്മാരാണ് 10 കൊമ്പുകൾ. അവർക്കെതിരെ വേറൊരുവൻ അവരുടെ പിന്നാലെ വരും. തൻ്റെ മുൻഗാമികളിൽ നിന്ന് അവൻ ഭിന്നനായിരിക്കും. അവൻ 3 രാജാക്കന്മാരെ താഴെ ഇറക്കും. അവൻ അത്യുന്നതനെതിരെ ദൂഷണം പറയും. അത്യുന്നതന്റെ പരിശുദ്ധരെ അവൻ പീഡിപ്പിക്കും. നിയമങ്ങളും ഉത്സവ ദിനങ്ങളും മാറ്റുന്നതിന് അവൻ ആലോചിക്കും. സമയങ്ങളും
സമയത്തിൻ്റെ പകുതിയും വരെ അവർ അവൻ്റെ കൈകളിൽ ഏൽപ്പിക്കപ്പെടും. എന്നാൽ ന്യായാധിപസഭ വിധി പ്രസ്താവിക്കാൻ ഉപവിഷ്ടമാവുകയും അവൻ്റെ ആധിപത്യം എടുത്തു മാറ്റപ്പെടുകയും ചെയ്യും. പൂർണ്ണമായി ദഹിപ്പിച്ച് നശിപ്പിക്കേണ്ടതിന് തന്നെ. ആകാശത്തിന് കീഴിലുള്ള സകല രാജ്യങ്ങളുടെയും രാജ്യത്വവും ആധിപത്യവും മഹത്വവും അത്യുന്നതന്റെ പരിശുദ്ധന്മാർക്ക് നൽകപ്പെടും. അവരുടെ രാജ്യം ശാശ്വതമാണ്. എല്ലാ ആധിപത്യങ്ങളും അവരെ സേവിക്കുകയും അനുസരിക്കുകയും ചെയ്യും. ഇത്രയുമാണ് ദർശനത്തിന്റെ വിശദീകരണം. ഞാൻ ദാനിയേൽ എൻ്റെ വിചാരങ്ങൾ നിമിത്തം പരിഭ്രാന്തനായി, ഞാൻ വിവരണനായി, എല്ലാം ഞാൻ മനസ്സിൽ സൂക്ഷിച്ചു. ദാനിയേൽ 8-ാം അധ്യായം 1 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. ബൽശാസർ രാജാവിൻ്റെ 3-ാം ഭരണവർഷം ദാനിയേലായ എനിക്ക് വീണ്ടും ഒരു ദർശനമുണ്ടായി. ദർശനത്തിൽ ഞാൻ കണ്ടു, ഞാൻ ഏലാം ദേശത്ത് തലസ്ഥാനമായ സൂസയിലായിരുന്നു. ഞാൻ ഉലായ് നദിയുടെ കരയിൽ നിൽക്കുകയായിരുന്നു. ഞാൻ കണ്ണുകൾ ഉയർത്തി, ഇതാ ഒരു മുട്ടാട് നദീതീരത്ത് നിൽക്കുന്നു. അതിന് 2 വലിയ കൊമ്പുകളുണ്ടായിരുന്നു. ഒന്ന് മറ്റേതിനേക്കാൾ നീളമുള്ളതായിരുന്നു. നീളം കൂടുതലുള്ളത് അവസാനം മുളച്ചതാണ്. ആ മുട്ടാട് പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും ഇടിച്ചു മുന്നേറുന്നത് ഞാൻ കണ്ടു. ഒരു മൃഗത്തിനും അവനോട് എതിർത്ത് നിൽക്കാനോ അവൻ്റെ ശക്തിയിൽ നിന്ന് രക്ഷപ്പെടാനോ കഴിഞ്ഞില്ല. തന്നിഷ്ടം പോലെ അവൻ പ്രവർത്തിക്കുകയും ഗർവ് കാണിക്കുകയും ചെയ്തു. ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കെ ഇതാ ഒരു കോലാട്ടുകോറ്റൻ ഭൂതലത്തിന് കുറുകെ പടിഞ്ഞാറ് നിന്ന് നിലം തൊടാതെ പാഞ്ഞു വരുന്നു. ആ കോലാടിന് കണ്ണുകൾക്കിടയിൽ തങ്ങി നിൽക്കുന്ന ഒരു കൊമ്പുണ്ടായിരുന്നു. നദീതീരത്ത് നിൽക്കുന്നതായി ഞാൻ കണ്ട 2 കൊമ്പുള്ള മുട്ടാടിന് നേരെ ഉഗ്രമായ കോപത്തോടെ അത് പറന്നു വന്നു. അവൻ മുട്ടാടിനടുത്തു നിന്നും ഉഗ്രകോപം പൂണ്ട് ഇടിച്ച് മുട്ടാടിൻ്റെ കൊമ്പും 2 തകർക്കുന്നതും ഞാൻ കണ്ടു. അവനെ നേരിടാൻ മുട്ടാടിന് ശക്തിയില്ലായിരുന്നു. അവൻ അതിനെ നിലത്ത് വീഴ്ത്തി ചവിട്ടി മെതിച്ചു. അതിനെ അവനിൽ നിന്ന് രക്ഷിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. പിന്നീട് കോലാട്ടുകൊറ്റൻ അതിശക്തനായി. പക്ഷേ ശക്തിയുടെ പാരമ്യത്തിൽ എത്തിയപ്പോൾ അവൻ്റെ വലിയ കൊമ്പ് തകർന്നുപോയി. അതിനു പകരം ആകാശത്തിൻ്റെ 4 കാറ്റുകളുടെയും നേരെ ശക്തമായ 4 കൊമ്പുകൾ മുളച്ചു വന്നു. അവയിൽ ഒന്നിൽ നിന്ന് ഒരു ചെറിയ കൊമ്പ് മുളച്ച് തെക്കോട്ടും കിഴക്കോട്ടും മഹത്വത്തിൻ്റെ ദേശത്തിന് നേരെയുള്ള വളർന്നു വലുതായി. അത് ആകാശ സൈന്യങ്ങളോളം വളർന്നു വലുതായി. നക്ഷത്ര വ്യൂഹങ്ങളിൽ ചിലതിനെ കുത്തി വീഴ്ത്തി ചവിട്ടി മെതിച്ചു. അത് ആകാശ സൈന്യത്തിൻ്റെ അധിപനെ വെല്ലുവിളിക്കുക പോലും ചെയ്തു. അവിടുത്തെ നിരന്തര ദഹനബലികൾ മുടക്കുകയും വിശുദ്ധ മന്ദിരത്തെ കീഴ്മേൽ മറയ്ക്കുകയും ചെയ്തു. ജനം തങ്ങളുടെ പാപം നിമിത്തം അവൻ്റെ പിടിയിൽ അമർന്നു. നിരന്തര ദഹനബലി മുടങ്ങി. സത്യം നിലത്ത് വലിച്ചെറിയപ്പെട്ടു. കൊമ്പാകട്ടെ അടിക്കടി വിജയം നേടി. അപ്പോൾ ഒരു പരിശുദ്ധൻ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. വേറൊരു പരിശുദ്ധൻ ആദ്യം സംസാരിച്ചവനോട് പറഞ്ഞു, നിരന്തര ദഹനബലിയെയും നാശം വിധിക്കുന്ന പാപത്തെയും വിശുദ്ധ മന്ദിരവും സൈന്യവും കാൽക്കീഴിൽ ചവിട്ടി മെതിക്കപ്പെടുന്നതിനെയും കുറിച്ച് ദർശനത്തിൽ ഞാൻ കണ്ടത് എത്രത്തോളം നീണ്ടു നിൽക്കും? അവനോട് പറഞ്ഞു, 2300 സന്ധ്യകളും പ്രഭാതങ്ങളും വരെ. അപ്പോൾ വിശുദ്ധ മന്ദിരം പുനരുദ്ധരിക്കപ്പെടും. ദാനിയേലായി ഞാൻ ഈ ദർശനം ഗ്രഹിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കെ ഇതാ എൻ്റെ മുമ്പിൽ മനുഷ്യര രൂപമുള്ള ഒരുവൻ നിൽക്കുന്നു. ഉലായ് തീരങ്ങളിൽ നിന്ന് ഒരുവൻ വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു, ഗബ്രിയേൽ, ദർശനം ഇവനെ ഗ്രഹിപ്പിക്കുക. ഞാൻ നിന്നോടൊത്ത് അവൻ വന്നു. അവൻ വന്നപ്പോൾ ഞാൻ ഭയവികുലനായി സാഷ്ടാംഗം വീണു. അവൻ എന്നോട് പറഞ്ഞു, മനുഷ്യപുത്ര, ഗ്രഹിച്ചുകൊള്ളുക, ഈ ദർശനം അവസാന കാലത്തേക്കുള്ളതാണ്. അവൻ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ മൂർച്ഛിച്ചു വീണു. എന്നാൽ അവൻ എന്നെ തൊട്ട് എഴുന്നേൽപ്പിച്ച് നിർത്തി. അവൻ പറഞ്ഞു, കാലത്തിൻ്റെ അവസാനത്തിൽ, ക്രോധത്തിൻ്റെ നിമിഷത്തിൽ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരാം. യുഗാന്തത്തെ സംബന്ധിക്കുന്നതാണിത്. 2 കൊമ്പുള്ളതായി നീ കണ്ട മുട്ടാട് മേദിയയിലെയും പേർഷ്യയിലെയും രാജാക്കന്മാരാണ്. കോലാട്ടൻ കോറ്റന്മാർ രാജാവാണ്. അവൻ്റെ കണ്ണുകൾക്കിടയിലുള്ള വലിയ കൊമ്പ് ആദ്യത്തെ രാജാവാണ്. തകർക്കപ്പെട്ട കൊമ്പിൻ്റെ സ്ഥാനത്ത് മറ്റു 4 മുളച്ചതുപോലെ അവൻ്റെ രാജ്യത്ത് നിന്ന് 4 രാജ്യങ്ങൾ ഉദയം ചെയ്യും. പക്ഷേ അവൻ്റെ ശക്തി അവർക്കുണ്ടായിരിക്കുകയില്ല. അവരുടെ ഭരണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ പാപികളുടെ അതിക്രമം പൂർണ്ണ രൂപം പ്രാപിക്കുമ്പോൾ ഉഗ്രഭാവമുള്ളവനും തന്ത്രശാലിയുമായ ഒരു രാജാവ് ഉയർന്നു വരും. അവൻ്റെ ശക്തി വലുതായിരിക്കും. അവൻ ഭീകരനാശങ്ങൾക്ക് കാരണമാകും. തൻ്റെ പ്രവൃത്തികളെല്ലാം അവൻ വിജയിക്കും. ശക്തരെയും പരിശുദ്ധരെയും അവൻ നശിപ്പിക്കും. കൗശലം കൊണ്ട് അവൻ വഞ്ചന നിറഞ്ഞ മാർഗങ്ങളിൽ വിജയിക്കും. അവൻ അതിരറ്റ് അഹങ്കരിക്കും. മുന്നറിയിപ്പ് കൂടാതെ അവൻ അനേകരെ നശിപ്പിക്കും.
രാജാതിരാജനെതിരെ പോലും അവൻ പൊരുതും. എന്നാൽ അവൻ തകർക്കപ്പെടും. മനുഷ്യകരം കൊണ്ട് ആയിരിക്കുകയില്ല. സന്ധ്യകളെയും പ്രഭാതങ്ങളെയും കുറിച്ച് അറിയിച്ച ദർശനം സത്യമാണ്. എന്നാൽ അനേക നാളുകൾക്ക് ശേഷം സംഭവിക്കേണ്ടതായാൽ അത് മൂടി മുദ്ര വയ്ക്കുക. ദാനിയേലായ ഞാൻ തളർന്ന് ഏതാനും ദിവസം രോഗിയായി കിടന്നു. പിന്നെ ഞാൻ എഴുന്നേറ്റ് രാജാവിൻ്റെ കാര്യങ്ങളിൽ മുഴുകി. ദർശനം നിമിത്തം ഞാൻ അസ്വസ്ഥനായിരുന്നു. അത് ഗ്രഹിക്കാൻ എനിക്ക് സാധിച്ചതുമില്ല.